Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അൾട്രാസോണിക് സെൻസർ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് അൾട്രാസോണിക് സെൻസർ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരു അൾട്രാസോണിക് സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവുകൾ യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അതല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഈ പറയുന്ന അൾട്രാസോണിക് വേവുകൾ സെൻഡ് ചെയ്തിട്ടും റിസീവ് ചെയ്തിട്ടും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് എത്രത്തോളം ആണെന്നുള്ളത് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യുന്നത്, ഒരു അൾട്രാസോണിക് വേവുകളെ എമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ വേവിനെ എമിറ്റ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യണം, ആ ഒരു റിഫ്ലക്റ്റഡ് വേവിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്ത് ആ ഒരു ടാർഗറ്റ് ഐറ്റം, അതായത് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഐറ്റത്തിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അൾട്രാസോണിക് വേവ്സ് നമുക്കറിയാം നമ്മുടെ ഓഡിബിൾ സൗണ്ട് വേവിനേക്കാൾ വളരെ ഫാസ്റ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഓഡിബിൾ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് കേൾക്കാൻ സാധിക്കുന്ന ആ ഒരു സൗണ്ടിനേക്കാൾ വളരെ ഫാസ്റ്റ് സൗണ്ടാണ് ഈ ഒരു അൾട്രാസോണിക് വേവ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് മെയിൻ കോമ്പണന്റുകളാണ് ഈ ഒരു അൾട്രാസോണിക് വേവ് സെൻസറിൽ വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സൗണ്ടിനെ ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നമ്മൾ ഈ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു മെയിൻ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസീവർ ആണ്. ഓക്കെ, റിസീവറിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന സൗണ്ടിനെ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് വേണമല്ലോ. അതായത് നമ്മുടെ ടാർഗറ്റിൽ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട ആ ടാർഗറ്റിൽ നിന്നും റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു വേവിനെ റിസീവ് ചെയ്യുന്നതിനുള്ള ഒരു പാർട്ടാണ് റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്കൊരു ട്രാൻസ്മിറ്ററും ഉണ്ട്, ഒരു റിസീവറും ഉണ്ട്. ഈ രണ്ട് കോമ്പണന്റുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അൾട്രാസോണിക് സെൻസറിൽ വരുന്ന രണ്ട് കോമ്പണന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു കാറിന്റെ സെൽഫ് പാർക്കിംഗ് ടെക്നോളജിയിൽ, അതുപോലെ തന്നെ കൊളീഷൻ അവോയ്ഡൻസ് അല്ലെ, സേഫ്റ്റി സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടിയിടിക്കുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു അൾട്രാസോണിക് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു റോബോട്ടിക് ഒബ്സ്റ്റാക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു അൾട്രാസോണിക് ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ എന്താണ് മാനുഫാക്ചറിങ് ടെക്നോളജികളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാണ്, ഇപ്പൊ ആ ഇൻഫ്രാറെഡ് സെൻസേഴ്സുകൾ ഉണ്ടാവില്ലേ, ആ ഒരു പ്രോക്സിമിറ്റി ഡിറ്റക്ഷൻ ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോക്സിമിറ്റി സെൻസർ എന്താന്നുള്ളത് അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസുകളാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇൻഫ്രാറെഡ് സെൻസേഴ്സുകൾ എന്താ ചെയ്യുന്നത്, അതുമായിട്ട് നമ്മുടെ അൾട്രാസോണിക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത് ഇന്റർഫറൻസുമായിട്ട് വളരെ ലെസ് സസെപ്റ്റബിൾ ആണ്. അതായത് എന്തെങ്കിലും സ്മോക്കോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മാറ്റേഴ്സ് വരികയാണെങ്കിൽ വളരെ ലെസ് സസെപ്റ്റബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഉണ്ടാകുന്ന ലെവൽ ഡിറ്റക്ടർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന അൾട്രാസോണിക് സെൻസർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ലെവൽ എത്രത്തോളമാണ് നമുക്ക് ആ ഒരു ലിക്വിഡിന്റെ ലെവൽ വരുന്നതെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് നമുക്ക് ആ ഒരു ലിക്വിഡ് ലെവൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമുക്ക് കെമിക്കൽ പ്ലാന്റുകളിലൊക്കെയാണ് ഈ പറയുന്ന അൾട്രാസോണിക് സെൻസറുകൾ നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ടെക്നോളജി നമ്മുടെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഇന്റേണൽ ഓർഗൻസുകളുടെയൊക്കെ ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും മാലിഗ്നൻസി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞുണ്ടാവില്ലേ, ആ ഒരു ന്യൂ ബോൺസുകളുടെ വോംബിൽ ഉണ്ടാകുന്ന ന്യൂ ബോൺസുകളുടെ ഹെൽത്ത് എങ്ങനെയാണ് അതിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നതിനും അതിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത് വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും തന്നെ നമ്മുടെ ഈ പറയുന്ന അൾട്രാസോണിക് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, അത്രയും അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അത്രയും ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു സെൻസർ ആണ് ഈ പറയുന്ന അൾട്രാസോണിക് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി എങ്ങനെയാണ് ഒരു അൾട്രാസോണിക് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് നമുക്കൊരു ട്രാൻസ്മിറ്റർ പോർഷനും അതേപോലെ തന്നെ ഒരു റിസീവർ സെക്ഷനുമാണ് നമുക്ക് ഈ ഒരു അൾട്രാസോണിക് സെൻസറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അൾട്രാസോണിക് സെൻസർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് വേവ്സ്, അതായത് നമുക്ക് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നതിനേക്കാൾ എബവ് റേഞ്ചിലുള്ള വേവുകളെ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന വേവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെൻസറിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ഒരു മൈക്രോഫോൺ ആയിട്ടാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സിഗ്നൽ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ടാർഗറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാകും, അതായത് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടാകും. ആ ഒബ്ജക്റ്റിൽ പോയി ഈ വേവ് ഫോളോ ചെയ്യുകയും അവിടെ നിന്നും റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു വരികയുമാണ്. ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഈ പറയുന്ന അൾട്രാസോണിക് സെൻസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ബാക്കിയുള്ള സെൻസറുകളിലും നമുക്കറിയാം ഒരു ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു കൺവേർഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു സിഗ്നലിനെയും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന അൾട്രാസോണിക് സെൻസറിൽ നമ്മൾ ഒരു സിംഗിൾ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു പൾസിനെ സെൻഡ് ചെയ്യാനും അതിനെ റിസീവ് ചെയ്യുന്നതിനും എല്ലാമായിട്ട് നമുക്കൊരു കൺവേർഷന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സെൻസർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതെങ്കിൽ ആ ഒരു ടൈം, അതായത് സെൻഡ് ചെയ്ത് ആ ഒരു സിഗ്നൽ റിസീവ് ചെയ്യുന്നതിന് എടുത്തിരിക്കുന്ന ടൈം എത്രയാണോ അതിനെ അനുസരിച്ച് ആ ഒരു ഇലക്ട്രോണിക് പൾസുകൾ റിസീവ് ചെയ്യുന്ന ആ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മനുഷ്യന് കേൾക്കാൻ പറ്റുന്നതിനേക്കാൾ ഹയർ റേഞ്ചിലുള്ള വേവ്സുകളാണ് നമ്മൾ അയക്കുന്നത്. ഏകദേശം ഒരു എബവ് 40 കിലോ ഹെർട്സ്, നമുക്കറിയാം 20 to 20 കിലോ ഹെർട്സ് ആണ് ഹ്യൂമൻ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 40 കിലോ ഹെർട്സ് അൾട്രാസോണിക് പൾസസ് നമ്മൾ സെൻഡ് ചെയ്യുകയും ആ ഒരു ത്രൂ എയറിലൂടെ സെൻഡ് ചെയ്ത് അത് തിരിച്ച് ആ ഒരു സെൻസറിലേക്ക് തിരിച്ച് വരികയും, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു ഒബ്സ്റ്റാക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി ഫോളോ ചെയ്ത് അവിടെ നിന്നും റിഫ്ലക്റ്റ് അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൊപ്പഗേഷൻ ടൈമുമായിട്ട് ആ ഒരു സൗണ്ടിന്റെ സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അൾട്രാസോണിക് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഈ ഒരു അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സലന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻസ്, ഒരു ലെവൽ മെഷർമെന്റിനോ അങ്ങനെയുള്ള കേസസുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. കാരണം എന്താണ്, നമ്മുടെ ആ ഒരു മെഷർ ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്ലൂസന്റ് ആണ്, അതായത് പകുതി മാത്രമേ നമുക്ക് ആ ഒരു ഇമേജുകളെ അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ പാസ് ചെയ്യുകയുള്ളൂ അല്ലെ. എന്നാൽ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കളറോ സർഫേസോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇതൊന്നും നമുക്ക് ഈ ഒരു ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ അൾട്രാസോണിക് വേവ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാനും എന്തെങ്കിലും കളേഴ്സ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ മെഷർ ചെയ്യാനും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഓപ്പറേഷൻ ഫിനോമിന എന്ന് പറയുന്നത്. നമുക്കൊരു സിഗ്നൽ വരുന്നുണ്ട്, ആ സിഗ്നലിനെ ഞാൻ സെൻഡ് ചെയ്യുകയാണ്, അതായത് ആ ഒരു അൾട്രാസോണിക് സിഗ്നലിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നും എമിറ്റ് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഒരു ടാർഗറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് ഒബ്ജക്റ്റിൽ വന്ന് ഫോളോ ചെയ്ത് അവിടെ നിന്നും ബൗൺസ് ചെയ്ത് തിരിച്ച് വീണ്ടും എനിക്ക് ഈ പറയുന്ന റിസീവർ പോർഷനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഈ ഒരു ടൈം, അതായത് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു പ്രൊപ്പഗേഷൻ ടൈമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്രത്തോളമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, സെൻസർ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് സിഗ്നലുകളെ, അതിനുശേഷം ഇത് ഇവിടെ വന്ന് ഫോളോ ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡിലാണ് നമുക്ക് ഡയറക്ഷൻ നോക്കൂ, ജസ്റ്റ് റിസീവ് സിഗ്നൽ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ, റിസീവ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി എവിടെയൊക്കെ നമുക്ക് അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ലെവൽ സെൻസിംഗിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു അൾട്രാസോണിക് നമുക്ക് ആ ഒരു ലിക്വിഡിന്റെ ലെവൽ മോണിറ്റർ ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ കെമിക്കൽ ലബോറട്ടറികളിലൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മെയിൻ ആയിട്ട് സെക്കൻഡ് ഒരു ജനറൽ ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്ട് ഡിറ്റക്ഷൻ ആണ് നമുക്ക് പറ്റുന്നത്. കാരണം വളരെ ലോ കോസ്റ്റും സിംപ്ലിസിറ്റി ആണ് നമുക്ക് ഈ ഒരു അൾട്രാസോണിക് വേവുകളുടെ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും വെഹിക്കിൾ കൊളീഷൻ അവോയ്ഡൻസ് ഡിറ്റക്ഷനിൽ നമുക്ക് പറ്റുന്നുണ്ട്, എന്തെങ്കിലും പ്രസൻസ് ഡിറ്റക്ഷൻ, ബോക്സ് സോർട്ടിംഗ്, ഫോർക്ക് ലിഫ്റ്റ് പാലറ്റ് ഡിറ്റക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ പറയുന്ന അൾട്രാസോണിക് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും കളറിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി, ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസി ഒന്നും ഇത് അഫക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചെറിയ ലൈറ്റ്, വളരെ ലോ ലൈറ്റ് കണ്ടീഷൻസുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡസ്റ്റ്, ഡേർട്ട്, ഹൈ ഹ്യൂമിഡിറ്റി ലെവൽ ഇതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. വളരെ ഹൈ അക്യുറസി ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. പെനിട്രേഷൻ പവർ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആന്റി ഇന്റർഫറൻസ് എബിലിറ്റി, അതായത് എന്തെങ്കിലും ഇന്റർഫറൻസ് വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. മൾട്ടി പർപ്പസ് ആണ്, അതായത് പ്രസൻസ് ഓഫ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, ഡിറ്റക്ഷൻ ലെവൽ വരുന്നുണ്ട്, ഡിറ്റക്ഷൻ ഓഫ് പൊസിഷൻ, ഡിസ്റ്റൻസ് ഡിറ്റക്ഷൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് അഡ്വാൻറ്റേജും നിറഞ്ഞതാണ് നമുക്ക് ഈ ഒരു അൾട്രാസോണിക് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് വാക്വത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അൾട്രാസോണിക് വേവ്സുകൾക്ക് വാക്വത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ, അതായത് വെള്ളത്തിന്റെ അടിയിലുള്ള എന്തെങ്കിലും ഒരു ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്നത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ചില സോഫ്റ്റ് മെറ്റീരിയൽസുകൾക്ക് ഈ ഒരു സെൻസർ അക്യുറസി നമുക്ക് ചെറിയൊരു ഇമ്പാക്ട് വരുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 5 to 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ സെൻസറിന്റെ അക്യുറസിയിൽ ചെറിയൊരു പ്രോബ്ലംസ് വരുന്നതിന് കാരണമാകും. അതുപോലെ ചെറിയ ഒബ്ജക്റ്റുകളാണെങ്കിൽ അത് സെൻസ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് ഡിഫിക്കൽറ്റി വരുന്നുണ്ട്. ചില ഷേപ്പുകളിലുള്ള, ഓക്കെ, എല്ലാ ഷേപ്പ് പോലെ ചില ഷേപ്പുകളിലുള്ള ഡിറ്റക്ഷൻ നമുക്ക് ഈ പറയുന്ന അൾട്രാസോണിക് ഇതിൽ നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ ഇതൊക്കെയാണ് ചെറിയ രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജുകളായിട്ട് പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഈ ഒരു അൾട്രാസോണിക് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് അൾട്രാസോണിക് സെൻസർ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.